നമ്മൾ പടിഞ്ഞാറത്തറ കാപ്പിക്കളമുള്ളത്. കാപ്പിക്കളത്തുള്ള മെയിൻ റോഡ് അത്. ഈ മരം മുതൽ നമ്മൾ ലാൻഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിലൊരു മരം കാണുന്നുണ്ട്. എൻ്റെ വലത് സൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളെ പൂഴിത്തോട് ബദൽപാത വരുന്ന ഈ റോഡിനാട്ടോ. അപ്പോൾ ഇത് ഇവിടെ മുതൽ 60 സെൻറ്റ് കിടക്കുകയാണ്. ചെറിയ സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത്. താഴെ ഡാമാണ്. ഈ ഒരു റോഡ് പിന്നെ നമ്മളെ പഞ്ചായത്ത് റോഡാട്ടോ. ഇത് പണ്ട് മുതലേ ഉള്ള റോഡാണ്. ഇടത് സൈഡിൽ ശരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി പറയുന്ന ഈ 60 സെൻറ്റ് മാത്രമേ ഉള്ളൂ, വേറെ പ്രോപ്പർട്ടി ഇല്ല. വലത് സൈഡുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ലാൻഡ് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ പേപ്പേഴ്സ് പറയുകയാണെങ്കിൽ ജന്മാണ്. എല്ലാ കൺസ്ട്രക്ഷനും നടക്കും. താഴെ നിങ്ങൾ വെള്ളം കാണുന്നുണ്ടാവും. അതായത് ഡാമിൻ്റെ എന്താ പറയുക, വെള്ളം ഇങ്ങോട്ട് കുറച്ച് കയറി കിടക്കുന്ന ഒരു ഏരിയയാണ് നമ്മളെ കറക്റ്റ് വാട്ടർ ഫ്രണ്ടേജ് വരുന്നത്. ഡാമിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്ന ചെറിയൊരു പോർഷൻ, അതാണ് നമ്മളെ വാട്ടർ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത്. എന്നാൽ നമുക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡാമിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. വിഷയം എന്താ വെച്ചാൽ ഇതിൽ നല്ല കാടാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് കറക്റ്റ് വ്യൂ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ റോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് നമ്മളൊരു വ്യൂ എന്താണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ലെവലിലാട്ടോ ലാൻഡ് കിടക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഒരു ചെരുവ് എന്ന് പറഞ്ഞാൽ വലിയ ചെരുവല്ല, ഭീകരമായ ചെരുവല്ല, ചെറിയ സ്ലോപ്പിൽ താഴെ വരെ പോവാണ്. താഴെ വെള്ളമാണ്. നമുക്കെല്ലാ കൺസ്ട്രക്ഷനും പറ്റുന്ന ഒരു ഏരിയയാണ്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, നമുക്ക് നല്ല റിസോർട്ട് ചെയ്യാം, ഹോം സ്റ്റേ ഒക്കെ ചെയ്യാം. റോഡ് സൈഡാണ്. അതേപോലെ ഇപ്പുറത്ത് വെള്ളമാണ് നമുക്കുള്ളത്. അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഏരിയയാണ്. ഇവിടെ വാട്ടർ ഫ്രണ്ടേജ് ലാൻഡിന് പടിഞ്ഞാറത്തറ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. 3 ലക്ഷം 2 ലക്ഷം ഈ ഒരു റേഞ്ചാണ്, പ്രൈസ് റേഞ്ചാണ് വാട്ടർ ഫ്രണ്ടേജിന് വരുന്നത്. അത് വെച്ച് നോക്കുമ്പം നമ്മൾ ഈ പറയുന്ന ലാൻഡിന് വളരെ കുറഞ്ഞ വിലയുള്ളൂ. ഞാൻ ആ വില ലാസ്റ്റ് പറയേണ്ടത്, നിങ്ങൾ ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് ലാൻഡ് കിട്ടാൻ. നിങ്ങളൊരു വാട്ടർ കാണുന്നുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് രൂപം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മേലോട്ട് കയറിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം ആണ് നമ്മളെ ഫ്രണ്ടേജായിട്ട് വരുന്നത്. ഇപ്പം എൻ്റെ ഇടത് സൈഡിലാണ് ലാൻഡ് ഉള്ളത്. ഇടത് സൈഡാണ്, അതിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഒരു പോർഷൻ ഒരു 15 സെൻറ്റോളം KSEBിൻ്റെ ലാൻഡാണ്. അതായത് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മളെ ലാൻഡാട്ടോ. KSEBിൻ്റെ ലാൻഡിൽ നിന്നിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഈ കുറ്റിക്കാടായിട്ട് എനിക്കൊന്നും ക്ലിയറായിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ KSEBിൻ്റെ ലാൻഡിൽ വേറെ നിർമ്മാണ പ്രവൃത്തിയൊന്നും വരില്ല, കാരണം അത് ഡാമിൻ്റെ ലാൻഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് നമ്മളെ ലാൻഡിൽ ഒരു നിലയുള്ള ഒരു ബിൽഡിംഗ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു വ്യൂ ആണ്. അപ്പോൾ ഡാമിൽ നിന്ന് കറക്റ്റ് നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വ്യൂ ഉണ്ട്. വാട്ടർ നമുക്ക് ഇതേമാതിരി വെള്ളം അങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട്. ആ വെള്ളം കയറി കിടക്കുന്ന ഇടത് സൈഡാണ് നമ്മളെ ലാൻഡ് ഉള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് തരാം. ആ തെങ്ങ് നിൽക്കുന്ന അവിടെ മുതൽ നമ്മളെ ലാൻഡാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ പ്രൈവറ്റ് ലാൻഡോ കാര്യങ്ങളോ മറയോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലാൻഡാണ്. ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളെ ലാൻഡ് കറക്റ്റ് ഈ ഒരു വെള്ളം അങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട്. അതൊന്ന് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത്, നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. ഈ ഒരു പഞ്ചായത്ത് റോഡ് നമുക്കൊരു 10-40 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്. ഈ ഒരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. നമ്മളെ ലാൻഡ് ഇതാ ജസ്റ്റ് ഈ ഒരു ലാൻഡ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മളെ ലാൻഡാണ്. ഈ ഒരു ലാൻഡ് KSEBിൻ്റെ ലാൻഡാണ്. അതുകൊണ്ട് അവിടെ കൺസ്ട്രക്ഷനൊന്നും വരില്ല. ഈ ഒരു വ്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇത് പടിഞ്ഞാറത്തറയാണ്, ഡാം ഫ്രണ്ടേജ് ആണ്. 1 ലക്ഷം രൂപയാണ് സെൻറ്റിന് വില. ഈ വിലയ്ക്ക് ഇവിടെ എവിടെ ലാൻഡ് നിങ്ങൾ എത്ര അന്വേഷിച്ചാലും കിട്ടില്ല, വാട്ടർ ഫ്രണ്ടേജോട് കൂടിയ ലാൻഡ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. ഈ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാം.